Hello students, welcome back to A Study Commerce. ഇന്ന് നമ്മൾ +1 അക്കൗണ്ടിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് നോക്കുന്നത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് IFRS. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ആലോചിച്ചു നോക്കൂ. നമ്മൾ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോളോ കളിക്കുമ്പോൾ അതിനൊരു കൃത്യമായ റൂൾസ് ഉണ്ടാകാറില്ലേ? ഈ ഓരോ കളിക്കാരും അവരുടെ സ്വന്തം ഇഷ്ടത്തിന് റൂൾസ് ഉണ്ടാക്കിയാൽ നന്നായിട്ട് നടക്കുമോ? ഇല്ലല്ലോ. ഇതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിലെ അക്കൗണ്ടുകളും. ഓരോ കമ്പനികളും അവരുടെ ഇഷ്ടത്തിന് കണക്കുകൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ആർക്കും മനസ്സിലാകില്ല. അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ പിന്തുടരേണ്ട ചില റൂൾസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ പഠിക്കുന്നത്. ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിക്കാൻ നോക്കാം. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. Accounting standards are written policy documents issued by professional accounting bodies like ICAI in India. അപ്പൊ ഇതൊരു വെറും ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു നിയമങ്ങളല്ല കേട്ടോ. ഇന്ത്യയിലെ ICAI അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പോലുള്ള ഒഫീഷ്യൽ അക്കൗണ്ടിംഗ് ബോർഡുകൾ പുറപ്പെടുവിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള റിട്ടൺ പോളിസി ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ കമ്പനിയുടെയും ഫിനാൻഷ്യൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ എല്ലാവരും ഒരേ റൂൾസും പ്രൊസീജിയേഴ്സും പിന്തുടരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. സോ ദേ പ്രിസ്ക്രൈബ് സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രാക്ടീസ് ഫോർ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ റൂൾസും പ്രൊസീജിയേഴ്സും പ്രാക്ടീസും ഒക്കെ കൊടുക്കുന്നതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് കമ്പനികൾക്ക് ഒരു ചോയ്സ് അല്ല. കമ്പനീസ് ആക്ട് 2030 പ്രകാരം ഇന്ത്യയിലെ കമ്പനികൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നിർബന്ധമായും പാലിക്കണം. ഇത് മാൻഡേറ്ററി ആണ്. സോ നോട്ടിഫൈഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2030 മേക്കിംഗ് കോംപ്ലിയൻസ് മാൻഡേറ്ററി ഫോർ കമ്പനീസ്. എല്ലാ കമ്പനികൾക്കും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അടുത്തതായി എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇതിന്റെ ഒബ്ജക്റ്റീവ് അഥവാ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രാക്ടീസ്. ഓരോരുത്തരും വ്യത്യസ്ത രീതിയിൽ കണക്കുകൾ തയ്യാറാക്കുന്നത് തടഞ്ഞ് ഒരു പൊതുവായ നിയമം, അതായത് ഒരു യൂണിഫോം നോംസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. So first one is standardized practice. Set uniform norms to eliminate diverse and conflicting accounting treatment. രണ്ടാമത്തേതാണ് enhance quality. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലെ കണക്കുകൾ വളരെ ക്ലിയർ ആയിട്ടും അതുപോലെ തന്നെ മീനിങ്ഫുൾ ആയിട്ടും അതുപോലെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള രീതിയിൽ അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റി കൂട്ടുക. ഓക്കെ, അപ്പൊ എൻഷുർസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആർ ക്ലിയർ, മീനിങ്ഫുൾ ആൻഡ് റിലയബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് യൂസേഴ്സ്. ഈ ഇൻവെസ്റ്റേഴ്സിനും യൂസേഴ്സിനും ഒക്കെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിശ്വസിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഉണ്ടാക്കണം. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ഇംപ്രൂവ് കമ്പാറ്റബിലിറ്റി. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റീവ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കമ്പനിയുടെ ഈ വർഷത്തെ പ്രകടനം കഴിഞ്ഞ വർഷത്തെ പ്രകടനമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ ഇത് സഹായിക്കും. അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ, നമ്മളുടെ അതേ ഇൻഡസ്ട്രിയിലുള്ള വേറൊരു കമ്പനിയുടെ കണക്കുമായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, allow easy comparison of financial performance across different financial years and companies. കമ്പനീസ് തമ്മിലും കമ്പയർ ചെയ്യാം, വേറൊരു കമ്പനി നമ്മളുടെ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ കമ്പനിയിൽ തന്നെ 2 വർഷത്തെ ഡാറ്റാസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നാലാമത്തതാണ് പ്രൊവൈഡ് ഡിസ്ക്ലോഷർ ബേസിസ്. ഈ കണക്കുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ തന്നെ പബ്ലിക്കിനും വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കണം. അതിനാണ് ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത്. ഇൻഫോംസ് യൂസേഴ്സ് ക്ലിയർലി അബൌട്ട് ദി പ്രിൻസിപ്പിൾസ് ആൻഡ് ബേസിസ് യൂസ്ഡ് ടു പ്രിപ്പയർ ദി സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ഇതൊക്കെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് സ്റ്റാൻഡർഡൈസ്ഡ് പ്രാക്ടീസ്, രണ്ടാമത്തത് എൻഹാൻസ് ക്വാളിറ്റി, മൂന്നാമത്തത് ഇംപ്രൂവ് കമ്പാരബിലിറ്റി, നാലാമത്തത് പ്രൊവൈഡ് ഡിസ്ക്ലോഷർ ബേസിസ്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തതുകൊണ്ട് കമ്പനികൾക്കും ഇൻവെസ്റ്റേഴ്സിനും ലഭിക്കുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് റിലയബിലിറ്റി ആൻഡ് ക്രെഡിബിലിറ്റി. റിലയബിലിറ്റി എന്നുള്ള വാക്കിന്റെ മീനിങ് സ്ഥിരത, ക്രെഡിബിലിറ്റി എന്ന് വെച്ചാൽ വിശ്വസ്തത.
അപ്പൊ ഇത് ഇൻക്രീസസ് ട്രസ്റ്റ് അമംഗ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ബൈ പ്രൊവൈഡിംഗ് വെരിഫൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡുകൾ അനുസരിച്ച് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സിലെ ഓണേഴ്സിനും ബാങ്കുകൾക്കും ഇൻവെസ്റ്റേഴ്സിനും അതുപോലെ ആരൊക്കെയാണോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ളത് അവർക്കെല്ലാം കണക്കുകൾ ഭയങ്കര കൃത്യമായിട്ട് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ വിശ്വസ്തത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ. രണ്ടാമത്തത് പ്രിവെന്റ്സ് ഫ്രോഡ് ആൻഡ് മാനിപ്പുലേഷൻസ്. അക്കൗണ്ടിംഗിൽ ഉണ്ടാവുന്ന തട്ടിപ്പുകൾ തടയാനും കമ്പനികൾക്ക് ലാഭം കൃത്യമായിട്ട് കൂട്ടിക്കാണിക്കാനും വിൻഡോ ഡ്രസ്സിംഗ് അതുപോലെ തന്നെ ക്രിയേറ്റീവ് അക്കൗണ്ടിംഗ് അതുപോലെയുള്ള സാമ്പത്തിക തിരിമറികൾ അഥവാ ഫിനാൻഷ്യൽ ഫ്രോഡ്സ് എന്നിവ തടയാനും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സഹായിക്കുന്നുണ്ട്. സോ ഇറ്റ് റെഡ്യൂസസ് ദി സ്കോപ്പ് ഓഫ് വിൻഡോ ഡ്രസ്സിംഗ്, ക്രിയേറ്റീവ് അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഫ്രോഡ്. ഈ വിൻഡോ ഡ്രസ്സിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും അല്ലെ. അപ്പൊ വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാല് കണക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ തെറ്റായ രീതിയിൽ കാണിക്കുന്നതിനാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെ നോർമലി കാണിക്കാന്ന് വെച്ചാല് അവരുടെ ഫിനാൻഷ്യൽ നില അതായത് സാമ്പത്തിക നില മെച്ചപ്പെട്ട രീതിയിലാണ് കാണിക്കുക. ഒരു അലങ്കാരം പോലെ മെച്ചപ്പെട്ട രീതിയിൽ തെറ്റായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നോർമലി ഇവിടെ ലാഭമൊക്കെ കൂട്ടി കാണിക്കും, അതുപോലെ അസറ്റ് കൂട്ടി കാണിക്കും, ലാബിലിറ്റി കുറച്ച് കാണിക്കും. ഇങ്ങനെയൊക്കെയാണ് വിൻഡോ ഡ്രസ്സിംഗ് ചെയ്യുക. ഇനി ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു ഷോപ്പില് മുൻവശത്ത് ഗ്ലാസ്സിലൊക്കെ നിങ്ങൾ വിൻഡോയില് ഗ്ലാസ്സിൽ നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ മാത്രമല്ലേ വെക്കാറുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഷോപ്പിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്കുള്ളിൽ അത്ര ഭംഗിയില്ലാത്തതൊക്കെ കാണാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ പുറമെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എല്ലാതും കൂട്ടിക്കാണിക്കാം, നമ്മുടെ ഫിനാൻഷ്യൽ നിലയൊക്കെ കൂട്ടിക്കാണിക്കാം. ക്രിയേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാല് അക്കൗണ്ടിങ്ങിലുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളുടെ സൗകര്യപൂർവ്വം അക്കൗണ്ടിങ്ങളെ മാറ്റിയെടുക്കുന്നതിനാണ് ക്രിയേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്താന്ന് വെച്ചാല് കമ്പനിയുടെ ഷെയർ വില വർദ്ധിപ്പിക്കുക, അതുപോലെ ടാക്സ് വെട്ടിക്കുറക്കുക. ഇതൊക്കെയാണ് ക്രിയേറ്റീവ് അക്കൗണ്ടിംഗിൽ നോർമലി ചെയ്യുന്നത്. അപ്പൊ വിൻഡോ ഡ്രസ്സിങ്ങും ക്രിയേറ്റീവ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ക്രിയേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നിയമത്തിലുള്ള ലൂപ്പ് ഹോൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അക്കൗണ്ടിങ്ങിനെ പ്ലാൻ ചെയ്യുന്നതിനാണ് ക്രിയേറ്റീവ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാല് അക്കൗണ്ടുകൾ ഭംഗിയുള്ളതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നേരിട്ട് വിവരങ്ങളിൽ തിരിമറി നടത്തുന്നതിനാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. തേർഡ് വൺ ആണ് റിസോൾവ് കോൺഫ്ലിക്റ്റ്. കമ്പനിയുടെ മാനേജ്മെന്റ്, ഇൻവെസ്റ്റേഴ്സ്, ഉടമസ്ഥർ അതായത് ഓണേഴ്സ് എന്നിവർ തമ്മിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ മിനിമൈസസ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മാനേജ്മെന്റ്, ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഓണേഴ്സ്. നാലാമത്തതാണ് അസറ്റ്സ് ഓഡിറ്റേഴ്സ്. ആക്ട് ആസ് an established checklist for auditors to audit accounting systematically. അപ്പൊ എന്താ പറയുന്നത്, കമ്പനിയുടെ കണക്കുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓഡിറ്റ് ചെയ്യാനും പരിശോധിക്കാനും ഓഡിറ്റർമാർക്ക് ഓഡിറ്റേഴ്സിന് ഉപയോഗിക്കാവുന്ന ഒരു തെളിയിക്കപ്പെട്ട ചെക്ക് ലിസ്റ്റ് ആയിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ കണക്കാക്കുന്നുണ്ട്. നോക്കാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. എല്ലാ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അതിനൊക്കെ ചില പരിമിതികൾ ഉണ്ടാകും അല്ലെ. അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനും കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് റിസ്ട്രിക്ട്സ് ഇനീഷ്യേറ്റീവ്. ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ കൃത്യമായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അക്കൗണ്ടിംഗ് ചെയ്യുമ്പോൾ അക്കൗണ്ടൻസിനൊന്നും സ്വന്തമായി പുതിയതോ അതുപോലെ തന്നെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് രീതികളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ല. സോ അക്കൗണ്ട്സ് മസ്റ്റ് സ്ട്രിക്ട്ലി ഫോളോ സെറ്റ് പ്രൊസീജിയേഴ്സ്, ലിവിംഗ് നോ റൂം ഫോർ ഇന്നോവേറ്റീവ് അക്കൗണ്ടിംഗ് മെത്തേഡ്സ്. രണ്ടാമത്തതാണ് റിജിഡിറ്റി. Rules can be overly strict and may not fit every custom business scenario. അതായത് ഇതിലുള്ള റൂളുകൾ വളരെ റിജിഡാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ബിസിനസ് സാഹചര്യങ്ങളിലൊന്നും ഇത് ചിലപ്പോൾ അനുയോജ്യമായിക്കൊള്ളണം എന്നില്ല. മൂന്നാമത്തെ ലിമിറ്റേഷൻ ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ബേസിസ്. വിപണിയിലെ ഇന്നത്തെ യഥാർത്ഥ വിലയേക്കാൾ പണ്ട് വാങ്ങിയ വിലയിൽ അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനാണ് ഇവിടെ കൂടുതൽ മുൻഗണന നൽകുന്നത്. പ്രൈമർലി റിലേസ് ഓൺ ദി ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റദർ ദാൻ ദി പ്രസന്റ് മാർക്കറ്റ് വാല്യൂഷൻ. അതായത് ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയല്ല കൺസിഡർ ചെയ്യുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം. ഹിസ്റ്റോറിക്കൽ നമ്മൾ ആ സാധനം മേടിക്കുമ്പോൾ അതിന് എത്ര വിലയായിരുന്നു അങ്ങനത്തെ രീതിയിലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.
limits auditors' judgment, restricts independent judgment of auditors as they must comply with fixed framework. മുൻകൂട്ടി നിശ്ചയിച്ച ഫ്രെയിംവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഓഡിറ്റേഴ്സിനൊന്നും അവരുടെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും നമ്മളുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ലിമിറ്റേഷൻസ് വരുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കീ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ICAI നൽകിയിട്ടുള്ള പ്രധാന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. ഇതിൽ 32 ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസി. രണ്ടാമത്തതാണ് വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. അങ്ങനെ ഇതിന്റെ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ നമ്പറും അതുപോലെ അതിന്റെ ഹെഡിങ്ങും നിങ്ങൾ പഠിക്കണം. അപ്പൊ ഞാൻ ഇവിടെ കാണിക്കാം, ഇതൊന്നും നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചേക്കോ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വിഡ്രോ ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിന്റെ അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇതാണ് നെക്സ്റ്റ് 22 എണ്ണം. ഇനി അടുത്ത 32 ആണ് മൊത്തത്തിലുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചേക്കും. ഇനി പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലോട്ട് വരാം. IFRS അഥവാ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IFRS പറയുന്നതിന് മുമ്പ് ഇതൊരു കഥ പോലെ ഞാൻ എങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞുതരാം. പണ്ട് ലോകത്ത് ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു അക്കൗണ്ടിംഗ് ഒക്കെ എഴുതിയിരുന്നത് കേട്ടോ. ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യന്റെ ഗ്യാപ്പ് വെച്ചിട്ടായിരുന്നു അവര് അക്കൗണ്ടിങ് തയ്യാറാക്കിയിരുന്നത്. അമേരിക്കയും യൂറോപ്പും ഒക്കെ അവരുടേതായിട്ടുള്ള വേറെ വേറെ റൂളുകൾ വെച്ചിട്ടായിരുന്നു കണക്കൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കാലം മാറി, ഇപ്പൊ ഗ്ലോബലൈസേഷൻ ആണ്. അപ്പൊ പല രാജ്യങ്ങളിലെയും കമ്പനികൾ എന്താണ് ബിസിനസ് ചെയ്യാനും വിദേശത്ത് ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. പല അബ്രോഡൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റ്മെന്റ് അബ്രോഡിൽ നിന്ന് സ്വീകരിക്കുന്നത്, ഇതിനൊക്കെ തുടക്കമിട്ടിട്ടുണ്ട്. അപ്പോഴാണ് വലിയൊരു പ്രോബ്ലം വന്നത്. ഇപ്പോൾ ഓരോ വിദേശത്തുള്ള ഇൻവെസ്റ്റേഴ്സിനും ഇന്ത്യയിലെ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഒരു കമ്പനിയിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചോ. അപ്പൊ ഇവർക്ക് എന്ത് മനസ്സിലാക്കണം, രണ്ട് രാജ്യങ്ങളിലെയും അക്കൗണ്ടിംഗ് രീതികൾ വ്യത്യസ്തമാണ്. നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പൊ ഈ രണ്ട് അക്കൗണ്ടിംഗ് രീതികളും ഇവർ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമല്ല ഇവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നു. അതുപോലെ തന്നെ ഇവർക്ക് കമ്പയർ ചെയ്യാനും ഈ അക്കൗണ്ടിങ്ങൾ വിശ്വസിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് ലോകത്തെ എവിടെയുള്ള കമ്പനി ആയാലും എല്ലാവരും ഒരേ ഒരു അക്കൗണ്ടിംഗ് രീതി ഫോളോ ചെയ്യണം, ഒരേ നിയമത്തിൽ അക്കൗണ്ടിംഗ് എഴുതണം എന്ന് ചിന്താഗതി വന്നിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് IASB രൂപീകരിക്കുന്നതും അവർ എല്ലാവർക്കും വേണ്ടിയിട്ട് പൊതുവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന ഒരു ഗ്ലോബൽ റൂളുകളും കൊണ്ടുവന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള എല്ലാ ബിസിനസ്സുകാർക്കും ഒരേപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് ഭാഷയാണ് കേട്ടോ ഈ IFRS എന്ന് പറഞ്ഞാൽ. അപ്പോൾ the term IFRS refers to the International Financial Reporting Standards issued by International Accounting Standard Board IASB. IASB പുറപ്പെടുവിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങളാണ് IFRS എന്ന് വിളിക്കുന്നത്. ഓക്കെ, IFRS also covers a wide range of international accounting standards IAS issued by the International Accounting Standard Committee IASC. പണ്ട് IASC നൽകിയിട്ടുള്ള ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് IAS, അതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ, ഈ IFRSൽ കവർ ചെയ്യുന്നുണ്ട്. Thus, GAAP is being replaced by the use of International Financial Reporting Standard IFRS. അപ്പൊ നമുക്ക് പറയാൻ പറ്റും GAAP, Generally Accepted Accounting Principles. ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന GAPന് പകരം ഇപ്പോൾ IFRS ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നാലാമത്തത്, IFRS is being used increasingly by companies throughout the world. ലോകമെമ്പാടുമുള്ള എല്ലാ കമ്പനീസും IFRS ആണ് അധികമൊക്കെ യൂസ് ചെയ്യുന്നത്. The extent and manner of this varies from country to country. In some part of the world, such as part of Africa and the Caribbean, IFRS has fully replaced GAAP. ചില ഭാഗങ്ങളിലൊക്കെ ഈ ആഫ്രിക്ക, കരീബിയൻ രാജ്യങ്ങളിലൊക്കെ ഈ ഗ്യാപ്പ് മൊത്തത്തിൽ IFRSുമായിട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് IFRS ഇഷ്യൂ ചെയ്തിട്ടുള്ളത് IASB ആണ്, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഗ്യാപ്പിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് IFRS എന്നും നിങ്ങൾ നന്നായിട്ട് ഓർത്തു വെക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈ IFRSന്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം.
ഫസ്റ്റ് വൺ ആണ് ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി. ഇത് ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സിനൊക്കെ വിവിധ രാജ്യങ്ങളിലെ കമ്പനികൾക്ക് അവരെ കമ്പയർ ചെയ്യാനും അവരുടെ പ്രകടനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ എളുപ്പത്തിൽ മനസ്സിലാവാനും കമ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹെൽപ്സ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റേഴ്സ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് കമ്പയർ ദി ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. രണ്ടാമത്തതാണ് ലോവർ ക്യാപിറ്റൽ കോസ്റ്റ്. വിദേശ സാമ്പത്തിക മാർക്കറ്റുകളിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ, അതായത് ലോവർ കോസ്റ്റിൽ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെത്താനും ഒക്കെ ബിസിനസ്സുകാരെ ഇത് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. എനേബിൾസ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ടു റൈസ് ക്യാപിറ്റൽ ഫ്രം ഫോറിൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് അറ്റ് ലോവർ കോസ്റ്റ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആണ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. Focus on realistic presentation of asset and liabilities through fair value accounting. ഫെയർ വാല്യൂ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത് വഴി കമ്പനിയിലെ അസറ്റും അതുപോലെ തന്നെ ലാബിലിറ്റിയുടെയും യഥാർത്ഥ ചിത്രം എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. ട്രൂ ആയിട്ടുള്ള പിക്ചർ എന്താണെന്നുള്ളത് എല്ലാവർക്കും കണക്കാക്കാൻ പറ്റും. നാലാമത്തതാണ് ഹെൽപ്സ് പ്രൊഫഷണൽസ്. Simplifies cross-border accounting tasks for multinational corporates and auditors. ക്രോസ് ബോർഡർ കണക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാക്കാൻ ഈ IFRS സഹായിച്ചിട്ടുണ്ട്. കാരണം ഗ്ലോബൽ ആയിട്ട് നമുക്ക് ഒറ്റൊരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിച്ചാൽ മതിയല്ലോ, അതന്നെ എല്ലായിടത്തും ഫോളോ ചെയ്താൽ മതി. മറ്റേത് വിവിധ രാജ്യങ്ങളിൽ വിവിധ രീതികളാവുമ്പോൾ നമുക്ക് എല്ലാം പഠിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താണ് ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത് ഒരു കഥ പോലെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വന്നത്? നമ്മുടെ രാജ്യത്ത് പണ്ട് വലിയ കമ്പനികൾക്കൊക്കെ അക്കൗണ്ടിങ് എഴുതിയിരുന്നത് ഇന്ത്യൻ ഗ്യാപ്പ് പ്രകാരമാണ് കേട്ടോ. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള നിയമങ്ങൾ ഉപയോഗിച്ചിട്ടൊക്കെ ആയിരുന്നു അന്ന് എഴുതിയിരുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ കമ്പനികളുടെ ഇത് നോക്കുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയായിരുന്നു നടന്നു പോയിരുന്നത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കഥ മാറി. നമ്മുടെ ഇന്ത്യൻ കമ്പനികൾ വളരെ വലുതാകാനും അതുപോലെ തന്നെ അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ബിസിനസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അതുപോലെ തന്നെ വിദേശ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഇന്ത്യൻ കമ്പനിയിൽ അവരുടെ പണം നിക്ഷേപിക്കാനൊക്കെ എത്തി. അപ്പോഴാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടായത്. എന്താന്ന് വെച്ചാലും അവർക്ക് നമ്മളുടെ കാര്യങ്ങൾ, നമ്മളുടെ അക്കൗണ്ടിങ് രീതികളൊന്നും മനസ്സിലാകാതെ വന്നു. അപ്പൊ അവര് IFRS മാത്രമേ അവർക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം IFRS ആണല്ലോ ഇന്റർനാഷണലി ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് തോന്നി നമ്മൾ ഈ ഒരു രീതികളൊന്നും മാറിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് അബ്രോഡിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സ് കുറയും. അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു വിശ്വസ്തത ഇല്ലാത്ത രീതിയിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നമ്മളുടെ ഇന്ത്യക്കാർ വിചാരിച്ചു, നമ്മളുടെ ഇന്ത്യൻ കമ്പനിക്ക് വിദേശത്തിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും വേണം, എന്നാൽ നമ്മുടെ രാജ്യത്തെ കമ്പനി നിയമങ്ങൾ, അതായത് കമ്പനീസ് ആക്ട് മൊത്തത്തിൽ മാറ്റാനും പറ്റില്ല അല്ലോ. അങ്ങനെ രണ്ടും കൂടി ഓക്കെ എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ത്യയിലെ വിദഗ്ധർ അടിപൊളിയായിട്ടുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. അവര് IFRSന്റെ റൂളുകൾ എടുത്തിട്ട് ഇന്ത്യയിലെ ബിസിനസിന്റെ അന്തരീക്ഷത്തിന് അനുയോജ്യമായിട്ടുള്ള ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു പുതിയ റൂൾ ബുക്ക് ഉണ്ടാക്കി. അതാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ IFRSന്റെ ഇന്ത്യൻ ഒരു വേർഷൻ ആണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇത് വന്നതോട് കൂടിയിട്ട് വിദേശ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിട്ടോ. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാൽ IFRSുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യയുടെ പുതിയ അക്കൗണ്ടിംഗ് റൂളുകളാണ്. ഇത് പ്രധാനമായിട്ടും ലിസ്റ്റ് ചെയ്ത, അതായത് നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്ത കമ്പനികളും 250 കോടിയോ അതിൽ കൂടുതലോ നെറ്റ്വർത്ത് ഉള്ള കമ്പനികളുമാണ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്താന്ന് വെച്ചാൽ, ഇന്ത്യൻ കമ്പനികൾക്ക് ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള അക്കൗണ്ടിംഗ് രീതി കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എങ്ങനെയാ വന്നതെന്നൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഡെഫിനിഷനിലോട്ട് കടക്കാം. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IND-AS are the global accounting standard formulated in India to coverage with international financial reporting standards IFRS. IFRSുമായിട്ട് പോകാൻ അല്ലെങ്കിൽ കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ രൂപീകരിച്ച ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. Issued by, formulated by the Accounting Standard Board of ICAI and notified by the Ministry of Corporate Affairs MCA. ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടിംഗ് ഓഫ് ഇന്ത്യയുടെ ASP, അതായത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഫോർമുലേറ്റ് ചെയ്തിട്ടാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ടിഫൈഡ് ബൈ ദി മിനിസ്ട്രി കോർപ്പറേറ്റ് അഫയേഴ്സ് MCA. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുള്ള നിയമങ്ങളാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഉള്ളത്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ്
to bring transparency, global comparability, and international investment compatibility to Indian business accounts. ഇന്ത്യൻ ബിസിനസ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്പാരൻസിയും അതുപോലെ തന്നെ താരതമ്യം ചെയ്യാനുള്ള സൗകര്യങ്ങളും കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്. Based on Indian accounting standards are principle based standards and follow the fair value concept of asset evaluation. അപ്പൊ IFRS പോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ അസറ്റുകളുടെ മൂല്യനിർണ്ണയവും ചെയ്യുന്നത് ഫെയർ വാല്യൂ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. ആപ്ലിക്കബിലിറ്റി ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഏതൊക്കെ കമ്പനികൾക്കാണ് നിർബന്ധമായിട്ടും പാലിക്കേണ്ടത് എന്നാണ്. ഫസ്റ്റ്, കമ്പനീസ് ദാറ്റ് ആർ ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസ്. രണ്ടാമത്തത്, കമ്പനീസ് ഹാവിംഗ് നെറ്റ് വർത്ത് ഓഫ് ₹250 crores ഓർ മോർ. 250 കോടിയോ അതിൽ മുകളിലോ നെറ്റ് വർത്ത് ഉള്ള കമ്പനികൾ. ഇവരൊക്കെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. പിന്നെ Indian accounting standards also applies on the holding subsidiary, associate and joint venture companies on which Indian accounting standard applies or is voluntarily adopted. നമ്മൾ ഈ മുകളിൽ പറഞ്ഞ രണ്ട് ടൈപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടല്ലോ, അവരിൽ തന്നെ ഹോൾഡിങ്ങും സബ്സിഡറിയും അസോസിയേറ്റും ജോയിന്റ് വെഞ്ചർ ആയിട്ടുള്ള കമ്പനികളൊക്കെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വോളണ്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്യണം. പിന്നെ അതർ കമ്പനീസ് മേ ഫോളോ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് വോളണ്ടറി. മറ്റു കമ്പനികൾക്ക് വേണമെങ്കിൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ 100% ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ കേട്ടോ, ഡിഫറൻസ് ബിറ്റ്വീൻ IFRS, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അഥവാ ഇന്ത്യൻ GAAP, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. IFRS are based on principle, whereas Indian GAAP or accounting standards are based on rules. IFRS എന്നത് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. എന്നാലോ നമ്മളുടെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾ ബേസ്ഡ് ആണ് കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, under Indian law, the balance sheet and statement of profit or loss account are prepared according to the Schedule 3 of the Companies Act 2013, whereas IFRS do not prescribe any fixed format for this. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുമ്പോൾ, അതായത് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടും ഉണ്ടാക്കുമ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 പ്രകാരമുള്ള കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ തയ്യാറാക്കണം. എന്നാൽ IFRSൽ അങ്ങനെ നിർബന്ധമായിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇല്ല. ഓക്കെ, അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഫെയർ വാല്യൂ വേഴ്സസ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ് കേട്ടോ. IFRS are based on fair value concept, whereas Indian GAAP or accounting standards are based on historical cost concept. നമ്മൾ ഈ IFRSൽ ചെയ്യുമ്പോൾ അസറ്റുകളും ലാബിലിറ്റികളും ഒക്കെ നിലവിലുള്ള മാർക്കറ്റ് വാല്യൂയിൽ, അതായത് ഫെയർ മാർക്കറ്റ് വാല്യൂയിൽ പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ പണ്ട് വാങ്ങിയ വിലക്ക്, ഈ അസറ്റും ലാബിലിറ്റിയും ഒക്കെ പണ്ട് മേടിച്ച വിലക്ക് അഥവാ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനാണ് മുൻഗണന നൽകുന്നത്. As per Indian GAAP, assets are shown in the balance sheet at historical cost and depreciation is charged on that asset. നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റിന് നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ പാസ്റ്റ് നമ്മൾ എപ്പോഴാണ് മേടിച്ച ആ ഒരു വിലക്കാണ് കാണിക്കുക. ആ വിലയുടെ മുകളിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്യുന്നത്. IFRS require asset and liabilities to be shown at current or fair value as ഓഫ് ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. നമ്മൾ IFRS ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് വാല്യൂലോ അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂലോ ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റിന്റെയും ലാബിലിറ്റിന്റെയും വാല്യൂസ് കാണിക്കുന്നത്. അടുത്ത ഡിഫറൻസ് ആണ് യൂസ്ഫുൾ ലൈഫ് ഓഫ് ദി അസറ്റ്. Under IFRS, the useful life of the asset has to be reassessed repeatedly until the asset is fully depreciated, whereas under Indian GAAP, the useful life is estimated only at the beginning. IFRS അനുസരിച്ച് ഒരു അസറ്റിന്റെ ഉപയോഗം അഥവാ യൂസ്ഫുൾ ലൈഫ് ഡിപ്രിസിയേഷൻ തീരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് റീഅസസ് ചെയ്യേണ്ടത് വരും. എന്നാൽ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ മാത്രം ഇത് കണക്കാക്കിയാൽ മതി. ഓക്കെ, IFRS provides a wide overall framework within which clear guidelines are given for global financial reporting. ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വളരെ ഭയങ്കര വ്യക്തമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻസ് IFRS നൽകുന്നുണ്ട് കേട്ടോ.
ഏറ്റവും ലാസ്റ്റ് ഡിഫറൻസ് ആണ് അണ്ടർ IFRS depreciation is calculated on the cost of significant individual components of the asset rather than slowly on the total aggregate cost of the asset. നമ്മൾ ഈ IFRSൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അസറ്റിന്റെ ആകെ മൊത്തമുള്ള തുകയിലല്ല കേട്ടോ ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്, പകരം അസറ്റിന്റെ ഓരോ പ്രധാന ഘട്ടങ്ങൾ ഉണ്ടല്ലോ ആ സിഗ്നിഫിക്കന്റ് കോമ്പണന്റിന്റെ കോസ്റ്റ് നോക്കിയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, സോ സ്റ്റുഡൻസ്, IFRS വേഴ്സസ് ഇന്ത്യൻ ഗ്യാപ്പ് അതുപോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്താണ്, അതിന്റെ ആപ്ലിക്കബിലിറ്റി, ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ IFRSും അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ള ചാപ്റ്റർ. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കോമെന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു വിത്ത് നെക്സ്റ്റ് ചാപ്റ്റർ.